ഹലോ ഫ്രണ്ട്സ്, ഒരു സങ്കടകരമായൊരു കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു പെങ്കൊച്ച് യൂബർ വിളിച്ചൊരു പെങ്കൊച്ച്, 10-24 വയസ്സേ ഉള്ളൂ. ആ പെങ്കൊച്ച് എന്നെ വണ്ടിക്കകത്ത് വെച്ച് അടിക്കാൻ നോക്കി. എൻ്റെ ഭാഗ്യത്തിന് അടി കിട്ടിയില്ല. വണ്ടിക്കകത്തായതുകൊണ്ടായിരിക്കും അത് അടി കിട്ടിയില്ല. ഒരു ദർബാർ ഹാളിൻ്റെ ഒക്കെ അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ ഓട്ടം വിളിച്ചാണ്. അപ്പം ഞാനങ്ങോട്ട് ചെന്നു. നടന്ന സംഭവം. ഇപ്പം ഞാനങ്ങോട്ട് ചെന്നു. അപ്പോൾ ഇതിന് മുന്നേ തലേദിവസം എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കൊച്ച് ഇപ്പോൾ ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തു എന്നും പറഞ്ഞ് പെൺപിള്ളേരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞൊരു വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വയറ്റിലേന്ന് ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു പെണ്ണ് കയറിയിട്ട്, കണ്ടാലൊക്കെ നല്ല പൈസ ഉള്ള വീട്ടിലെ പെണ്ണ്, നല്ലൊരു നിലവാരമുള്ളവരെ പോലെ നമുക്ക് തോന്നും. കയറിയിട്ട് ആ പെണ്ണ് കയറിയിട്ട് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് അടച്ചു എന്നും പറഞ്ഞ് ആ പെണ്ണ് ഇറങ്ങിപ്പോയി. ശരിക്കും ഓൺലൈൻ വഴി പേയ്മെൻ്റ് ഒന്നും ആ പെണ്ണ് അടച്ചില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പുതിയൊരു ഉടായിപ്പായി. ഓൺലൈൻ വഴി ഒരു അടച്ചു എന്ന് പറയാം, പക്ഷെ നമുക്ക് പൈസ കയറത്തില്ല, നമുക്ക് പൈസ കിട്ടത്തില്ല. അവസാനം ആ പൈസ നമ്മുടെ നിന്ന് പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പോൾ ഇന്നലെയും ഇതുപോലെ തന്നെ ഈ പെണ്ണ് വണ്ടിക്കകത്ത് കയറി അമ്മേനെ കയറ്റി, കൊച്ചിൻ്റെ അനിയനെയും കയറ്റി. പെണ്ണിനോട് ചോദിച്ചു, ചേട്ടാ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ഇൻസിഡൻറ്റിനെ പറ്റിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് അങ്ങനെ മേടിക്കത്തില്ല. കാരണം ഈ ആപ്പിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ചെയ്യുന്ന പേയ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാനത് മേടിക്കാറില്ല. കാരണം നമുക്ക് പൈസ കിട്ടത്തില്ല. ഇപ്പോൾ കള്ളത്തരം കാണിക്കാൻ അവർ ഇതാക്കി ഇപ്പോൾ. എൻ്റെ തലേദിവസം എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ശരിക്കും പോകേണ്ട ലൊക്കേഷൻ ഒരു 5-6 കിലോമീറ്റർ മുന്നേ ഉള്ളൊരു സ്ഥലത്ത് ഇവർ ലൊക്കേഷൻ ഇടും. എന്നിട്ട് ഇവർ മുൻകൂട്ടി പണം അടയ്ക്കും. എന്നിട്ട് ഈ അവിടെ ചെല്ലുന്നിടത്ത് കുറച്ചും കൂടി പോകണം എന്ന് മുന്നോട്ട് പോയി ഇവരുടെ ഉദ്ദേശം പൈസ ലാഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ഇവർ അടച്ച പൈസ ഇവിടം വരെയുള്ള പൈസ, ഇവർ മുൻകൂട്ടി പൈസ അടച്ചത് കുറവായിരിക്കും. ശരിക്കും ഇവർ അതിനേക്കാളും ഒരു അഡീഷണൽ ഒരു 6 കിലോമീറ്റർ കൂടി കൂടുതലോടും. ആ പൈസ അവരോട് ചോദിച്ചാൽ ആ പൈസ തരത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുൻകൂട്ടി പൈസ മേടിക്കൽ പരിപാടി ഈ 2 കാരണം കൊണ്ട് ഞാൻ നിർത്തിയായിരുന്നു. ഇത് ഈ പെണ്ണോട് എന്നോട് പറഞ്ഞു ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യേണ്ട, അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതെന്താ ചെയ്തോ, ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്താ ചെയ്താൽ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റത്തില്ല മാഡം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പെണ്ണ് എടുത്ത വായിക്ക്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പുറകിൽ നിന്ന് വണ്ടി ഹോൺ അടിച്ചു. അപ്പോൾ എൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് മുന്നോട്ട്, ആ വണ്ടിക്ക് ജസ്റ്റ് വളച്ചു പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുത്തപ്പോൾ നീ എന്താടാ ചെയ്തു എന്നും പറഞ്ഞു ആ പെണ്ണ് ചാടിക്കടിച്ച് അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി. പെട്ടെന്ന് ഞാൻ ബ്ലാങ്കായി പോയി. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരാളെ എടാ ഞാൻ ഒന്നില്ലെങ്കിൽ ആ പെണ്ണിന് മാനസികമായിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഞാൻ എന്തെങ്കിലും പറയാണ്ട് ഈ പെണ്ണിന് ചെയ്യത്തില്ലല്ലോ എന്ന്. ഇത് തന്നെയാണ് എനിക്കും അന്ന് അപ്പം സംഭവിച്ചത്. ഞാൻ എന്താ ചെയ്തതെന്ന് പോലും ഒരു സെക്കൻഡ് എനിക്ക് മനസ്സിലായില്ല. ഈ പെണ്ണ് എന്തിനാണ് ഇത്ര പ്രൊവോക്ക് ആയി ഈ രീതിയിൽ സംസാരിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഞാൻ ആകെ ടോട്ടലി ആ ഒരു സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി. ഞാൻ ആകെ ഷോക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്നായി പോയി. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. നിന്നെ ഞാൻ കാണിച്ചു തരാം, ഇതാണോടാ നിൻ്റെ സർവീസ് എന്നൊക്കെ പറഞ്ഞ് പെണ്ണ്. എനിക്കൊന്നും പെണ്ണ് എന്തോ മാനസികമായിട്ട് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കൊച്ചിൻ്റെ അമ്മേനെ വണ്ടിക്കകത്ത് കയറ്റി ആശുപത്രി നല്ല വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ടെൻഷൻ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അന്നത്തെ ദിവസം തന്നെയാണ് ആ ബാംഗ്ലൂർ ഒരു സംഭവം നടന്നല്ലോ, ഒരു മലയാളീനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞു. പിന്നെ അത് എന്താ നടന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം ആ പെണ്ണ് എന്നെ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തേനെ? നമ്മുടെ നിയമം വെച്ച് ആ പെണ്ണ് എന്നെ അടിച്ച് ഞാൻ തിരിച്ചെന്തെങ്കിലും അടിച്ചിരുന്നെങ്കിൽ ഞാൻ പ്രതിയായാണ്. ഇതിപ്പോൾ ആണുങ്ങളുടെ ഈ പെണ്ണുങ്ങൾക്ക് അനുകൂലമായ നിയമം നല്ലത് തന്നെയാണ്, പക്ഷെ അത് ഒരുപാട് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, മുതലെടുക്കുന്നുണ്ട്. ആണുങ്ങൾക്ക് നിയമം അനുകൂലം അല്ലാത്തോ എന്തോ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ നടക്കാൻ നേരത്ത് നമ്മൾ അടച്ച് ഒരു വിഭാഗത്തെ, യൂബർ ഡ്രൈവർമാരെല്ലാവരും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, പൊതുവെ മോശം അനുഭവം മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നുണ്ട്. അത് ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെയല്ല. നമ്മൾ ആണുങ്ങളുടെ ഒരു സൈഡും കൂടി നമ്മൾ കേൾക്കണം. അവിടെ എന്താ എക്സാക്ട്ലി നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓൺലൈൻ പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ പിന്നെ ഇത്രയും പ്രൊവോക്ക് ആയി എന്നെ തല്ലാൻ വരെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇത് നമ്മളാ ഒരു ഇപ്പം ഞാൻ ശരിക്കും ഒരു മടുപ്പായി. അത് കഴിഞ്ഞ് പിറ്റേ ട്രിപ്പ് ഇതുപോലെ തന്നെ, അതൊരു ചേട്ടനായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇതുപോലെ സെയിം ഇവിടെ. അപ്പം ഞാൻ മനസ്സിലാലോചിച്ച് OTP അടിക്കുന്നതിന് മുന്നേ ചോദിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പുള്ളി കയറിയപ്പോൾ കുഴപ്പമില്ലാത്ത പോലേക്ക് തോന്നി. ഞാൻ OTP അടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നു, വീണ്ടും നമ്പർ. ഞാൻ പറഞ്ഞു ചേട്ടാ പറ്റത്തില്ല, എനിക്ക് നോക്ക് വീണ്ടും ക്യാഷ് കളക്ടർ എന്നും പറഞ്ഞാൽ വരുന്നു. ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ വഴി കൺഫേം നോ നീഡ് ടു ടേക്ക് മണി എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓപ്ഷൻ വരുന്നില്ല, കളക്ട് എമൗണ്ട് എന്നും പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ശരിക്കും ക്യാഷ് കളക്റ്റീവായിട്ട് അതിൻ്റെ ഇത് കാണിക്കത്തുള്ളൂ.
ഞാൻ പുള്ളിയോടും പറഞ്ഞു. പുള്ളി ഉടനെ ദേഷ്യപ്പെട്ടു, എൻ്റെ പൈസ പോയത് പോയി, എൻ്റെ പോയി എന്നും പറഞ്ഞു പുള്ളി ഓക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഞാനത് എൻ്റെ ഇതിൽ ഞാനത് ക്യാൻസൽ ചെയ്തു, പുള്ളി ക്യാൻസൽ ചെയ്തില്ല. അപ്പം ഞാനെനിക്ക് പറഞ്ഞ് ഈ ബാംഗ്ലൂർ നടന്ന സംഭവം ഈ കേരളത്തിൽ ഈ നടന്ന സംഭവമൊക്കെ എല്ലാവരും എനിക്ക് ഡ്രൈവർമാരോട് പറയാനുള്ള എന്തെങ്കിലും ഒരു വിഷയമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ആണുങ്ങളാണെങ്കിൽ നമ്മൾ അടിച്ചാൽ തിരിച്ച് അടിക്കാം. പക്ഷേ ഒരിക്കലും പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ തിരിച്ചടിക്കാൻ അടി മേടിക്കാതെ നോക്കുക. അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാക്സിമം സീൻ ഒഴിവാക്കി പോവുക എന്നുള്ളൂ. ഇങ്ങനത്തെ കുറേ വള്ളി കേസ് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ യൂബറിൽ നിലവാരമുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു, അത്യാവശ്യം പൈസ ഉള്ളവരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പൈസ ഉള്ളവർ അങ്ങനത്തെ വള്ളിക്ക് വരില്ല, പൊതുവേ വരാറില്ല. എന്നാലും 2% വരും, അത് ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം കച്ചറ പക്ക ലോക്കൽ ആൾക്കാരാണ് യൂബറിൽ, കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂബറിൽ സഞ്ചരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇത്രയും വർഷത്തിനിടെ നേരത്തേക്ക് അത്യാവശ്യം നിലവാരമുള്ള സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ നടന്ന സ്ഥലത്ത് ഇപ്പം തീരെ നിലവാരമില്ലാത്ത ആൾക്കാരെ ഇപ്പം. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അവരെ അടി മേടിക്കാതിരിക്കാൻ നോക്കും. അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ വിഷയം എൻറ്റയർലി നമുക്കെതിരെ തിരിയും. കേസും പൊല്ലാപ്പവും കണ്ടു നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഇവരുടെ സൈഡേ പിടിക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം യൂബർ ഡ്രൈവർമാരൊക്കെ കള്ളന്മാരാണ്, ഫ്രോഡാണ്, എൻ്റെ ഗുണ്ടകളാണെന്നുള്ളൊരു ഇമേജും, പിന്നെ പെണ്ണുങ്ങൾക്ക് അനുകൂലമായ നിയമവും, പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം ഞാൻ കയറി പിടിച്ചു എന്നായിരിക്കും. ഫസ്റ്റ് ഇപ്പോൾ അതാണല്ലോ, നമ്മൾ അവരെ സെക്ഷുവലി ആ കേസ് ഒന്നും കൂടി സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സീൻ നമ്മൾ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇങ്ങനത്തെ ഒരു തല്ല് കേസ് വരുവാണെങ്കിൽ മാക്സിമം അവരോട് എന്താ പറയുക, സൗമ്യമായിട്ട് ഇടപഴകുക, സീൻ നൈസായിട്ട് ഒഴിവാക്കാൻ നോക്കുക ചെയ്യുള്ളൂ. ഒരിക്കലും അവരെ അടിക്കാനോ തിരിച്ചെന്തിന് പറയാൻ തന്നെ നിൽക്കരുത്. എന്നിട്ട് ഞാൻ അവരെ വണ്ടി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു, രണ്ടിനോട് ഇറങ്ങി പറയാം മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ നിൻ്റെ സർവീസ് ഇതാണോ, നിൻ്റെ സർവീസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഒന്നും കാണിക്കാൻ പോകില്ല, ഒരു റിപ്പോർട്ട് അടിക്കും, അത്രയായിട്ടേ ഉള്ളൂ. റിപ്പോർട്ട് അടിച്ചിട്ട് ഒരു 10 ട്രിപ്പ് അടിപ്പിച്ച് കഴിയുമ്പോൾ ആ റിപ്പോർട്ട് തന്നെ ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നത്, എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവത്തിൽ വെച്ച് പെൺപിള്ളേർ എഴുതി വെക്കാൻ പോകരുത്. അവർ എൻ്റയർലി കേസ് തിരിക്കും, കേസാക്കും, അവർ സീനാക്കും. ഇപ്പം ആണുങ്ങളുടെ നെഞ്ചത്ത് കയറിയാണ്. ഞാനൊരു സ്ത്രീ വിരോധിയൊന്നും അല്ല, പക്ഷേ അനുഭവങ്ങൾ നമുക്ക് അങ്ങനെയാണ്. ഇത് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് അനുഭവങ്ങൾ അങ്ങനെയാണ്. അവരിപ്പോൾ ഫേമസ് ആകാനും എന്താ പറയുക ചീപ്പ് പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടി അങ്ങനെ ചെയ്തു. നമ്മളതിൻ്റെ അകത്തൊരു നമുക്കൊരു പേരുദോഷം വന്നിട്ട് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ സൈഡ് കേൾക്കാനും ആൾക്കാരും ഇല്ല, നിയമവും നമുക്ക് അനുകൂലമല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ നിന്നൊക്കെ മാക്സിമം ഒഴിവായി നിൽക്കുകയെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഒരാളെ എന്നെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുക, ഒരു പെൺകുട്ടി. ഞാനൊന്നും ചെയ്തില്ല, ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ഞാനൊന്നും പറഞ്ഞില്ല, ഓൺലൈൻ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലാണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ് മാത്രമേ ഞാൻ ചെയ്തു. അതിന് ഇത്ര പെണ്ണ് എൻ്റെ അടുത്ത്. എന്തായാലും എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിക്കുക. ഒട്ടും സേഫ് അല്ല നമ്മുടെ എറണാകുളം, നമ്മുടെ കേരളം.